بسم الله الرحمن الرحيم ظلمت سنة من أحيا الظلام إلى أن اشتكت قدما الضر من ورمي مولاي صل وسلم دائما أبدا على حبيبك خير الخلق كلهم. പ്രിയ സഹോദരന്മാരെ, അല്ലാഹു സുബ്ഹാനഹു വ തആല നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ഹഖ് ജാഹ് ബർക്കത്ത് കൊണ്ട് നമുക്ക് ഈമാനും ഹിദായത്തും തഖ്വയും വർദ്ധിപ്പിച്ചു തരുമാറാവട്ടെ. ബുർദ പഠന ക്ലാസ് നാം 9-ാം ദിവസത്തിലേക്ക് പ്രവേശിക്കുകയാണ്. മഹാനായ ബൂസൂരി ഇമാം റഹ്മത്തുള്ളാഹി അലൈഹി ഇനി അങ്ങോട്ട് പറയുന്ന ഭാഗങ്ങൾ ദലംതു സുന്നത്തമൻ നഹിയല്ലലാമ ഇല, അവിടെ നിന്ന് അങ്ങോട്ട് പറയുന്ന ഭാഗങ്ങൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മദ്ഹും അവിടുത്തെ ചരിത്രവും അവിടുത്തെ പ്രത്യേകതകളും അവിടുത്തെ ജീവിത രീതിയുമൊക്കെ വിശദീകരിച്ച് തരികയാണ്. അവിടെ നിന്ന് പറയുന്നു, ലലംതു, ഞാൻ അക്രമം ചെയ്തു, സുന്നത്തമൻ, ഒരു നബിയുടെ ചര്യയോട്, അഹിയല്ലലാമ, ആ നബി രാത്രിയെ ജീവിപ്പിച്ചു. സലാം പറഞ്ഞാൽ ഇരുട്ട്, ഉദ്ദേശം രാത്രി. രാത്രിയെ ജീവിപ്പിച്ചു. ഇല അനിസ്തകത്ത് കഥമാഹു, അവിടുത്തെ 2 തിരുപാദങ്ങൾ അന്യായം പറയുന്നത് വരെ, അല്ലുറ, പ്രയാസത്തിന്, മിൻ വറമി, നീരുകെട്ടലിനാലുള്ള. അപ്പോൾ ഈ ബൈത്ത് കൊണ്ട് ഉദ്ദേശിക്കുന്നത് മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ രാത്രി ദീർഘനേരം നിന്ന് നിസ്കരിച്ചു. ആ നിസ്കരിച്ച് കാലിൽ നീര് കെട്ടാൻ തുടങ്ങി. അപ്പോൾ ആ കാലിൽ നിന്നുള്ള പ്രയാസം അവിടെ നിന്ന് തോന്നിയപ്പോൾ അതൊന്നും നിസ്കാരത്തിന് തടസ്സമായില്ല. അവിടുന്ന് സ്വഹാബത്ത് ചോദിച്ചപ്പോൾ, നബിയെ, തങ്ങൾക്ക് യാതൊരു ദോഷവുമില്ലാത്തവരാണല്ലോ, സ്വർഗമുണ്ട് എന്ന് ഉറപ്പുള്ളവരാണല്ലോ, എന്തിനാണ് ഇത്ര പ്രയാസപ്പെടുന്നത് വരെ നിസ്കരിക്കുന്നതെന്ന് ചോദിച്ചപ്പോൾ അവിടെ നിന്ന് പറഞ്ഞത്, അഫല അക്കൂന അബ്ദൻ ഷക്കൂറ, ഞാൻ അല്ലാഹുവിനിക്ക് നന്ദി ചെയ്യുന്ന ഒരു അടിമയാകണ്ടയോ. അപ്പോൾ മഹാനായ ബൂസൂരി ഇമാം റഹ്മത്തുള്ളാഹി അലൈഹി നമ്മളെ ഓർമ്മപ്പെടുത്തുകയാണ്. അവിടെ നിന്ന് വിനയം പറയുക, അവിടുത്തെ വിനയം പ്രകടിപ്പിക്കുന്നു. ഒരു ദോഷവുമില്ലാത്ത സ്വർഗത്തിൻ്റെ താക്കോൽ സൂക്ഷിപ്പുകാരനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അവിടെ നിന്ന് ഇത്ര സമയം രാത്രി നിസ്കരിച്ചിരിക്കുന്നു എങ്കിൽ, ഇത്രത്തോളം സുന്നത്തുകൾ വർദ്ധിപ്പിച്ചിരിക്കുന്നു എങ്കിൽ, നാം ഒക്കെ ആ നബിയുടെ ചര്യയെ പിന്തുടർന്ന് ജീവിക്കുന്നു എന്ന് പറയുന്നുണ്ടു എങ്കിലും അവിടുത്തെ പോലെ ചെയ്യാൻ, അവിടുത്തെ പോലെ നിസ്കരിക്കാൻ, അവിടുത്തെ പിന്തുടർന്നുകൊണ്ട് സുന്നത്തുകൾ ഹയാത്താക്കി ജീവിക്കാൻ നമുക്ക് സാധിക്കുന്നുണ്ടോ എന്ന ഖേദം അവിടുന്ന് പ്രകടിപ്പിക്കുകയാണ്. അപ്പോൾ ബൈത്തിൻ്റെ അർത്ഥം, ലലംതു, ഞാൻ അനീതി കാണിച്ചു, ഞാൻ അക്രമം ചെയ്തു, ഞാൻ കൂറുപുലർത്തിയില്ല എന്നർത്ഥം. സുന്നത്തമൻ, ഒരു നബിയുടെ ചര്യയോട്, അഹിയല്ലലാമ, ആ നബി രാത്രിയെ ജീവിപ്പിച്ചു, ഇല അനിസ്തകത്ത് കഥമാവും, അവിടുത്തെ 2 തിരുപാദങ്ങൾ അന്യായം പറയുന്നത് വരെ, അല്ലുറ, പ്രയാസത്തിന്, മിൻ ഉറമി, നീർകെട്ടിനാലുള്ള. കൂടുതൽ വിശദീകരണങ്ങളിലേക്ക് പ്രവേശിക്കുന്നില്ല. ഇൻഷാ അല്ലാഹ് നമുക്ക് റബീഉൽ അവ്വൽ 30 ആവുമ്പോഴേക്ക് ഏകദേശം ഇത് തീർക്കണമല്ലോ. പിന്നീട് പറയുന്നു, വശദ്ദ മിൻ സഗബിൻ അഹ്ശാഅഹു വതവ തഹ്തൽ ഹിജാറതി കശ്ഹം മുത്റഫൽ ആദമി. വശദ്ദ, ആ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ കെട്ടിവെച്ചു, മിൻ സഗബിൻ, വിശപ്പിനാൽ, അഹ്ശാഅഹു, അവിടുത്തെ വയറിനെ, വതവ, അവിടെ നിന്ന് ചുരുട്ടിവെച്ചു, തഹ്തൽ ഹിജാറത്തി, കല്ലിൻ്റെ ചുവട്ടിൽ, കശ്ഹൻ, ഊരയെ,
മുത്രഫൽ അദമി, മൃദുല ചർമ്മമുള്ള ഊരയെ. മുത്രഫ് പറഞ്ഞാൽ നോർമലായ, അദം പറഞ്ഞാൽ ശരീരം, ജിൽദ് തോല് അർത്ഥം. അപ്പോൾ നേർമയായ തോലുള്ള ശരീരമുള്ള റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അവിടുത്തെ ഊരയുടെ മുകളിൽ കല്ല് വെച്ച് കെട്ടി എന്നാണ് അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ഈ ബൈത്തിൽ പറയുന്നത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അവിടുന്ന് വിശപ്പിൻ്റെ കാഠിന്യം കൊണ്ട്, വിശപ്പിൻ്റെ പ്രയാസം കൊണ്ട് വയറ് തുണിക്കഷ്ണം കൊണ്ട് കെട്ടി ബന്ധിപ്പിക്കുകയും അതുപോലെ ഉടുക്കുന്ന അരയുടുപ്പ് അവിടെ നിന്ന് കിട്ടാൻ അതിൻ്റെ ഉള്ളിൽ കല്ല് തിരുകിക്കൊണ്ട്, ടൈറ്റ് കിട്ടാൻ വേണ്ടി കല്ല് തിരുകിക്കൊണ്ട് അവിടുന്ന് ജീവിതം നയിച്ചു. ഇത് വലിയ ചില ചരിത്രങ്ങളിലേക്ക് നമുക്ക് സൂചന നൽകുന്ന ബീത്താണ്. മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഖന്തക്കിൽ കിടങ്ങി വെച്ചുകൊണ്ടിരിക്കുമ്പോൾ സ്വഹാബത്ത് എന്നുകൊണ്ട് പറഞ്ഞു, നബിയെ, ഖന്തക്കിൽ ഇതാ വലിയൊരു പാറ, ഒരു മൊട്ടപ്പാറ പ്രത്യക്ഷപ്പെട്ടിരിക്കുന്നു, ഞങ്ങൾക്കാർക്കും അത് കൊത്താൻ കഴിയുന്നില്ല, ഞങ്ങൾ അതിന്മേൽ വിക്കാസ് കൊണ്ട് കൊത്തിയിട്ട് അതിനങ്ങോട്ട് വീശുന്നില്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അവരുടെ കയ്യിൽ നിന്ന് ആ വിക്കാസ് അങ്ങോട്ട് വാങ്ങിയിട്ട് അത് കുത്തുകയാണ്. ഈ സമയത്ത് സ്വഹാബത്ത് പറയുകയാണ്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഖമീസ് ഉയർന്നപ്പോൾ ഞങ്ങൾ ശ്രദ്ധിച്ചപ്പോൾ അതാ അവിടുത്തെ അര കെട്ടിബന്ധിച്ചിരിക്കുന്നു, അവിടുത്തെ അരയിലേക്ക് കല്ല് തിരികെ വച്ചിരിക്കുന്നു. അപ്പോൾ എത്ര പ്രയാസപ്പെട്ടുകൊണ്ടാണ് ഈ പരിശുദ്ധമായ ദീനുൽ ഇസ്ലാമിനെ നിലനിർത്താൻ വേണ്ടി അവിടുന്ന് ത്യാഗം സഹിച്ചത് എന്ന് ഈ ബൈത്തിലൂടെ നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. ആ പ്രയാസം കണ്ട ജാബിർ റളിയല്ലാഹു അൻഹു വീട്ടിലേക്ക് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ ക്ഷണിക്കുകയും അവിടുന്ന് ഭക്ഷണം കൊടുക്കുകയും ചെയ്ത, അവിടുന്ന് ഭക്ഷണം വർദ്ധിച്ച മുഅ്ജിസത്തിൻ്റെ കഥ നമുക്കൊക്കെ പ്രസിദ്ധമാണ്. ഏതാണെങ്കിലും ഈ ചരിത്രത്തിലൂടെ, ഈ ബൈത്തിലൂടെ മഹാനായ ബൂസൂരി ഇമാം റഹ്മത്തുള്ളാഹി അലൈഹി നമ്മെ പഠിപ്പിക്കുന്നത് അവിടുന്ന് എത്രയോ പ്രയാസങ്ങൾ സഹിച്ച്, ബുദ്ധിമുട്ടുകൾ സഹിച്ച് ഈ മഹത്തായ ദീന് ഇവിടെ പ്രചരിപ്പിച്ചു, അതിലേക്ക് ജനങ്ങളെ ക്ഷണിച്ചു. ആ നിലക്ക് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഇവിടെ ജീവിതം നയിക്കുകയാണ് ചെയ്തത് എന്ന് ഈ ബൈത്തിലൂടെ നമ്മെ അറിയിക്കുകയാണ്. അപ്പോൾ ബൈത്തിൻ്റെ അർത്ഥം വശദ്ദ, ആ നബി കെട്ടിവെച്ചു, മിൻ സഹബിൻ, വിശപ്പിൻ്റെ കാരണത്തിനാൽ, അഹ്ഷാഅഹു, അവിടുത്തെ ഉദരത്തെ, അവിടുത്തെ വയറിനെ, ഒത്തവ, അവിടുന്ന് ചുരുട്ടിവെച്ചു, തഹ്തൽ ഇജാറത്തി, കല്ലിൻ്റെ ചുവട്ടിൽ, കശ്ഹൻ, ഊരയെ, മുത്രഫൽ അദമി, മൃദുല ചർമ്മമുള്ള, മിനുസമുള്ള തോലുള്ള ശരീരമുള്ള റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഊരയെ കല്ലിൻ്റെ ചുവട്ടിൽ കെട്ടിവെച്ചു എന്ന് അവിടുന്ന് പറയുകയാണ്. പിന്നീട് പറയുന്നു, വറാവദതുൽ ജിബാലു ശുമ്മു മിൻ ദഹബി അൻ നഫ്സിഹി ഫആറാഹ അയ്യമ ശമമി. വറാവദതുൽ ജിബാലു, പർവ്വതങ്ങൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് ആവശ്യപ്പെട്ടു. അശുമ്മു, ഉയർന്നതായ പർവ്വതങ്ങൾ, കാഞ്ചനമലകൾ, മിൻ ദഹബിൻ, സ്വർണമാകട്ടെയോ, സ്വർണമാക്കി തരട്ടെയോ എന്ന് ആവശ്യപ്പെട്ടു. അൻ നഫ്സിഹി, റസൂലുള്ളാഹി തങ്ങളുടെ നഫ്സിന് വേണ്ടി. ഫഅറാഹ, അപ്പം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ആ ശരീരത്തെ കണ്ടു, ശരീരത്തെ മനസ്സിലാക്കി. അയ്യമാശമമി, ഏറ്റവും ഔന്നിത്യമുള്ളതാണ്. അയ്യമാശമമി, അയ്യശമമിൻ അദീം, ഏറ്റവും ഔന്നിത്യമുള്ളതാണ് അവിടുത്തെ ശരീരം. അവിടുത്തെ ലാത്തിനിക്കാണ് സ്ഥാനം, സ്വർണത്തിനിക്കോ പവിഴത്തിനിക്കോ അല്ലെങ്കിൽ തങ്കത്തിനിക്കോ ഒന്നുമല്ല എന്ന് അവിടുന്ന് മനസ്സിലാക്കി, അവിടുന്ന് പ്രഖ്യാപിച്ചു എന്നർത്ഥം. അപ്പോൾ ഈ ബൈത്തിൻ്റെ ഉദ്ദേശം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് ചില മലകൾ, നബിയെ അങ്ങേക്ക് സ്വർണമായി തരട്ടെയോ, അത് മല നേരെ പറഞ്ഞു എന്ന് മനസ്സിലാക്കാം. കാരണം അല്ലാഹു തആല സംസാരിക്കാനുള്ള കഴിവ് കൊടുത്താൽ മല സംസാരിക്കും, അതുപോലെ തന്നെ മരങ്ങൾ സംസാരിക്കും, നിർജീവ വസ്തുക്കളും ജീവ വസ്തുക്കളും ഒക്കെ സംസാരിക്കും. അത് നമുക്ക് അള്ളാഹുവിൻ്റെ കുദ്റത്ത് മനസ്സിലാക്കുന്നവർക്ക് അതിൽ സംശയമില്ലല്ലോ. അല്ല, ജിബി അലൈഹി സ്വലാം വന്നുകൊണ്ട് പറഞ്ഞു, നബിയെ തങ്ങൾക്ക് ആ മല സ്വർണ്ണമാക്കി തരട്ടെയോ. അള്ളാഹു സുബ്ഹാനഹു വ തആല അവിടുന്ന്
തോന്നിപ്പിച്ചു കൊടുത്തു, ആ മലയെ സ്വർണ്ണമാക്കി തരട്ടെയോ, ഇങ്ങനെ പല രൂപത്തിലും അതിനെ ഹദീസിൻ്റെ വിശദീകരണത്തിൽ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ റസൂലുള്ളാഹി തങ്ങൾ മനസ്സിലാക്കി, ഈ സ്വർണത്തിനോ അല്ലെങ്കിൽ അതിനേക്കാൾ വില പിടിപ്പുള്ള മുത്തിനോ രത്നത്തിനോ പവിയത്തിനോ ഒന്നുമല്ല സ്ഥാനം റസൂലുള്ളാഹി തങ്ങളുടെ ശരീരം. അന്നഹു ഖൈറു ഖൽഖില്ലാഹി കുല്ലിഹിമി, ലോകത്ത് അല്ലാഹു തആല പടച്ച സൃഷ്ടികളിൽ ഏറ്റവും ഉന്നതരാണ്. അള്ളാഹു കഴിഞ്ഞാൽ പിന്നീട് ഏറ്റവും വലിയ സ്ഥാനം അഷ്റഫുൽ ഖൽഖ് ത്വാഹ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്കാണെന്ന് അവിടുന്ന് കാണുകയും മനസ്സിലാക്കുകയും ചെയ്തു. എന്നിട്ട് അവിടുന്ന് ആ സ്വർണമാകട്ടെയോ എന്ന് പറഞ്ഞതിനെ അവിടുന്ന് നിരാകരിക്കുകയാണ് ചെയ്തത് എന്ന് മഹാനായ ബൂസൂരി ഇമാം റഹ്മത്തുള്ളാഹി അലൈഹി ഈ ബൈത്തിലൂടെ നമ്മെ പഠിപ്പിക്കുകയാണ്. ബൈത്തിൻ്റെ അർത്ഥം വറാബത്തുൽ ജിബാലു സുമ്മു, ഉയർന്നതായ മലകൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് ആവശ്യപ്പെട്ടു, മിൻ ദഹബിൻ, സ്വർണമായി തരട്ടെയോ, അൻ നഫ്സിഹി, സ്വന്തം ശരീരത്തെ തൊട്ട് റസൂലുള്ളാഹി തങ്ങൾക്ക് വേണ്ടി. ഫഅറാഹ, അപ്പോൾ ആ ശരീരത്തിനെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ മനസ്സിലാക്കി, കണ്ടു എന്ന് പറഞ്ഞതിൻ്റെ നമ്മുടെ ഉദ്ദേശം ആ ശരീരത്തെ മനസ്സിലാക്കി. അയ്യമാശമമി, എത്രയോ ഔന്നത്യമുള്ളതാണ്, എത്രയോ ഉയർന്നതാണ്, അതുകൊണ്ട് അതാവേണ്ട കാര്യമില്ല, അവിടുത്തെ ദാത്തിനിക്ക് തന്നെയാണ് സ്ഥാനം, പരിശുദ്ധത എന്ന് മനസ്സിലാക്കിയിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അത് വേണ്ടെന്ന് വെച്ചു. وأكدت زهده فيها ضرورته إن الضرورة لا تعدو على العصم. അവിടുന്ന് പറയുകയാണ്, വഅക്കദത് സുഹുദഹു, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ സുഹുദ്, അവിടുത്തെ വിരക്തി, ദുനിയാവിനോടുള്ള വിരക്തി, അതിനെ ശക്തിപ്പെടുത്തിയിരിക്കുന്നു. ഫീഹ, ആ ദുനിയാവിൽ, ലറൂറത്തുഹു, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ആവശ്യങ്ങൾ. ഇന്ന ലറൂറത്ത, ആവശ്യങ്ങൾ, ലാ തഅദു, അത് അതിരുകടക്കുകയില്ല, വിട്ടുകിടക്കുകയില്ല, അലൽ ഇസ്മി, പരിശുദ്ധമായ ആളുകൾക്ക്, പരിശുദ്ധിയുള്ള കാവലുള്ള ആളുകൾക്ക് അത് ആവശ്യങ്ങൾ അതിനെ ആ ശരീരത്തെ കീഴ്പ്പെടുത്തുകയില്ല. അപ്പോൾ ബൈത്തുകൊണ്ട് ഉദ്ദേശിക്കുന്നത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് ദുനിയാവിലുള്ള ആവശ്യങ്ങൾ, പലതരത്തിലുള്ള ദുനിയവിയായ കാര്യങ്ങളുണ്ടാവും. ആ ആവശ്യങ്ങളും അത്യാവശ്യങ്ങളൊന്നും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ സുഹുദിനിക്ക് എതിരായിട്ടില്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അതുകൊണ്ട് ആ ദുനിയാവ് തേടിപ്പോയിട്ടില്ല. കാരണം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ സുഹുദ്, അവിടുത്തെ വിരക്തി, അത് എത്രയോ ഉയർന്നതാണ്. നമ്മൾക്കൊക്കെ ചെറിയൊരാവശ്യം ഉണ്ടായാൽ തന്നെ നമ്മൾ അതിൻ്റെ പിന്നാലെ പോവുകയും കുറേ ഇപ്പുറത്ത് ഇബാദത്തുകൾ മുടങ്ങുകയും ഇബാദത്തുകൾ മുടക്കുകയും ഒക്കെ ചെയ്യുന്ന അവസ്ഥ ഉണ്ടാവും. എന്നാൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ആവശ്യങ്ങൾ ഒരിക്കലും റസൂലുള്ളാഹി തങ്ങളുടെ സുഹുദിനെ, അവിടുത്തെ വിരക്തിയെ അത് മുടക്കിയിട്ടില്ല, അതിനെ ശക്തിപ്പെടുത്തുകയാണ് ചെയ്യുന്നത്. എന്നിട്ട് പറയാണ്, അല്ലാഹു തആല പരിശുദ്ധത നൽകിയ ആളുകൾ, അല്ലാഹു കാവൽ നൽകിയ ആളുകൾ, അവരെ ഒരിക്കലും ദുനിയാവിലെ നീഡ്സുകൾ, ദുനിയാവിലെ ആവശ്യങ്ങൾ കീഴ്പ്പെടുത്തുകയില്ല, അവരെ മേൽ അതിരുവിടുകയില്ല എന്ന്. അപ്പോൾ ബൈത്തിനർത്ഥം വഅക്കദത് സുഹുദഹു, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ വിരക്തിയെ ശക്തിപ്പെടുത്തിയിരിക്കുന്നു. ഫീഹ, ആ ദുനിയാവിൽ, ലറൂറത്തുഹു, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ആവശ്യങ്ങൾ. ഇന്ന ലറൂറത്ത, ആവശ്യം, ലാ തഅദു, അത് കീഴ്പ്പെടുത്തുകയില്ല, അലൽ ഇസ്മി, പരിശുദ്ധത ഉടയതായ ആളുകളുടെ മേൽ, അള്ളാഹുവിൻ്റെ കാവൽ ലഭിച്ച ആളുകളുടെ മേൽ എന്നൊക്കെയാണ് അതിൻ്റെ അർത്ഥം. അവരുടെ മേൽ ദുനിയാവിലുള്ള ആവശ്യങ്ങൾ ഒരിക്കലും അവരെ കീഴ്പ്പെടുത്തുകയില്ല. ദുനിയാവ് അവരെ അതിലകപ്പെടുത്തി ഒരിക്കലും അവരെ അതിൻ്റെ അടിമകളാക്കാൻ അവർക്ക് ആ ആവശ്യങ്ങൾക്ക് സാധിക്കുകയില്ല എന്ന് അവിടുന്ന് മനസ്സിലാക്കി തരികയാണ്. എന്നിട്ട് അതിന് തെളിവെന്നോണം പറയുകയാണ്, وَكَيْفَ تَدْعُو إِلَى الدُّنْيَا ضَرُورَةُ مَنْ لَوْلَاهُ لَمْ تُخْرَجِ الدُّنْيَا مِنَ الْعَدَمِ. وَكَيْفَ تَدْعُو إِلَى الدُّنْيَا, എങ്ങനെയാണ് ദുനിയാവിലേക്ക് കൂട്ടിക്കളയുക?
ലറൂറത്തുമൻ ഒരുത്തരുടെ ആവശ്യം, ലൗലാഹു ആ ഒരുത്തരില്ലായിരുന്നു എങ്കിൽ ലം തുഖ്റജി ദുനിയ ദുനിയാവ് പുറപ്പെടുകയില്ല, മിനൽ അദമി ഇല്ലായ്മയിൽ നിന്ന് പുറപ്പെടുകയില്ല, ഇല്ലായ്മയിൽ നിന്നുണ്ടാവുകയില്ല. അപ്പൊ ബൈത്തിന്റെ ഉദ്ദേശം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് ദുനിയാവിന്റെ ആവശ്യങ്ങൾ ഒരിക്കലും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ കീഴ്പ്പെടുത്തി ദുനിയാവിന്റെ അടിമയാക്കി മാറ്റുകയില്ല. കാരണം ദുനിയാവുണ്ടാകലിക്ക് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ആവശ്യമാണ്. ലൗലാഹു ലം തുഖ്റജി ദുനിയ, റസൂലുള്ളാഹി തങ്ങളുടെ ഉജൂദിന് വേണ്ടിയാണ്. റസൂലുള്ളാഹി തങ്ങൾ ഇവിടെ പ്രത്യക്ഷപ്പെട്ടു വരും, ഇവിടെ പ്രവാചകരായിട്ട് വരും എന്ന് അള്ളാഹുവിനറിയാം. അതുകൊണ്ടാണ് ദുനിയാവിനെ സൃഷ്ടിച്ചത്. അതുകൊണ്ടാണ് ഇന്ന മിൻ ജൂദിക ദുനിയാ വളറതഹ എന്നറിഞ്ഞില്ലേ, ദുനിയാവും ആഖിറും ഒക്കെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ സംഭാവനയാണ്. അതുകൊണ്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ ദുനിയാവിന് ആവശ്യമാണ്. പിന്നെങ്ങനെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് ദുനിയാവ് ആവശ്യം ഉണ്ടാവുക? അത് ഉണ്ടാവുന്നതല്ല എന്ന് ബുദ്ധിപരമായിട്ട് ഇവിടെ സമർത്ഥിച്ചു തരികയാണ്. وكيف تدعو إلى الدنيا ضرورة من لولاه لم تخرج الدنيا من العدم. അപ്പം അതിൻ്റെ അർത്ഥം വകൈഫ തദ്ഉ, എങ്ങനെയാണ് കൂട്ടിക്കളയുക, എങ്ങനെയാണ് കീഴ്പ്പെടുത്തി കളയുക എന്ന് ഉദ്ദേശം. ഇല ദുനിയ ദുനിയാവിലേക്ക് ദറൂറത്തുമൻ ഒരുത്തരുടെ ആവശ്യം, ലൗലാഹു ആ ഒരുത്തരില്ലായിരുന്നെങ്കിൽ, ഉദ്ദേശം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ, ലം തുഖ്റജി ദുനിയ ദുനിയാവ് പുറപ്പെടുമായിരുന്നില്ല, ദുനിയാവിനെ പുറപ്പെടുവിപ്പിക്കുമായിരുന്നില്ല, മിനൽ അദമി ഇല്ലായ്മയിൽ നിന്ന് ദുനിയാവ് പുറപ്പെടുമായിരുന്നില്ല. അപ്പോ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ദുനിയാവിൻ്റെ ആവശ്യങ്ങളിൽ കൂടിക്കലർന്ന് ദുനിയാവിൻ്റെ കാര്യത്തിൽ ചേർന്ന് ഒരിക്കലും അവിടുത്തെ സുഹുദോ പരിശുദ്ധതയോ അവിടുത്തെ ഇസ്മത്തോ ഒന്നും നഷ്ടപ്പെട്ടിട്ടില്ല എന്ന് നമ്മെ പഠിപ്പിക്കുകയാണ്. അതിന് തെളിവ് പറയാണ്, ലൗലാഹു ആ റസൂലുള്ളാഹി ഇല്ലായിരുന്നുവെങ്കിൽ ലം തുഖ്റജി ദുനിയ ദുനിയാവിനെ പുറപ്പെടുവിക്കുമായിരുന്നില്ല, മിനൽ അദമി ഇല്ലായ്മയിൽ നിന്ന്. പിന്നീട് പറയുന്നു, മുഹമ്മദുൻ സയ്യിദുൽ കൗനൈനി വസ്സഖലൈൻ നീ വൽ ഫാരിഖൈനി മിൻ ഉർബിൻ വ മിൻ അജമി. മുഹമ്മദുൻ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ സയ്യിദുൽ കൗനൈനി ഇരു ലോകത്തിൻ്റെയും നേതാവാണ്, വസ്സഖലൈനി രണ്ട് ഭാരമായ വിഭാഗമായ ജിന്ന് ഇൻസ് വർഗത്തിൻ്റെയും നേതാവാണ്, വൽ ഫരീഖൈനി മിൻ ഉർബിൻ വ മിൻ അജമി അറബികൾ അജമികൾ തുടങ്ങിയ രണ്ട് വിഭാഗത്തിനും അവിടുന്ന് നേതാവാണ്. അപ്പോൾ ലോകത്തിൻ്റെ മൊത്തം നേതാവ്, ഒമാ അർസൽനാക ഇല്ലാ റഹ്മത്തൽ ലിൽ ആലമീൻ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ ലോകർക്ക് റഹ്മത്തായിക്കൊണ്ടാണ് അയച്ചിട്ടുള്ളതെന്ന് ഖുർആൻ പറഞ്ഞല്ലോ. അപ്പോൾ ആ നിലയിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ എല്ലാവർക്കും നേതാവാണ്. ആ നേതാവായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അംഗീകരിച്ച് ഉൾക്കൊണ്ടുകൊണ്ട് ജീവിക്കുമ്പോഴാണ് നമ്മുടെ ജീവിതവും നമ്മുടെ വിശ്വാസവും അത് പൂർണ്ണമാവുക. അന്നബിയ്യു ഔലാ ബിൽ മുഅ്മിനീന മിൻ അൻഫുസിഹിം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ സ്വന്തം ശരീരത്തേക്കാൾ അവിടത്തേക്ക് പ്രാധാന്യം കൽപ്പിക്കുമ്പോഴാണ് അവൻ്റെ ഈമാൻ പൂർണ്ണമാകുന്നത് എന്ന് വിശുദ്ധ ഖുർആൻ പറയുകയാണ്. ബൈത്തിൻ്റെ അർത്ഥം മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ സയ്യിദുൽ കൗനൈനി രണ്ട് വിഭാഗത്തിൻ്റെയും രണ്ട് ലോകത്തിൻ്റെയും, കൗനൈനി പറഞ്ഞാൽ രണ്ട് ലോകത്തിൻ്റെയും നേതാവാണ്, വസ്സഖലൈനി രണ്ട് ഭാരമായ വിഭാഗമാവുന്ന ജിന്നിൻസിൻ്റെ നേതാവാണ്, വൽ ഫരീഖൈനി മിൻ ഉർബിൻ വ മിൻ അജമി അറബികൾ അനർബികൾ തുടങ്ങിയ രണ്ട് വിഭാഗത്തിൻ്റെയും നേതാവ്.